ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. സന്തോഷത്തെക്കാൾ ഉപരി എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയുള്ളൊരു ദിവസമാണ് കേട്ടോ. നമ്മൾ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നൊരു ഫോട്ടോഷൂട്ടിന് പോവാണ്. കുറേ നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളമൊക്കെ ആയി ഞാനിങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ഫോട്ടോഷൂട്ട് നടത്തണം എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ മുതൽ ഇതിങ്ങനെ നമുക്ക് പറ്റിയ ഒരാൾ, നമുക്ക് കൊക്കിലൊതുങ്ങുന്ന പൈസയ്ക്ക് ചെയ്തു തരുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ ഇങ്ങനെ തപ്പി 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 നടക്കായിരുന്നേ. അപ്പോൾ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ പേർക്കൊക്കെ ഞാനിങ്ങനെ ഈ പെൺകുട്ടികളായിട്ട് വീഡിയോഗ്രാഫി ചെയ്യുന്ന ഒരാളായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും കുറേ പേരുടെ റീൽസൊക്കെ കണ്ട്, അപ്പം ഞാനിങ്ങനെ അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചു എവിടെയാണ് സ്ഥലം, എവിടെയാണ്, അപ്പം അത് ചെയ്യാനുള്ള പൈസയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ അങ്ങ് ദൂരെയാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് ഇവിടെ വന്ന് ചെയ്യുമ്പോഴത്തേക്കിനും അതനുസരിച്ചുള്ളൊരു ഫണ്ട് കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അപ്പം ഞാനങ്ങനെ അത് വേണ്ടാന്ന് വെച്ച്. പക്ഷെ ഞാൻ എൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇൻസ്റ്റയിൽ റീല് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഐഷ്യൂസ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടൊരു പേജ് എൻ്റെ കണ്ണിലുടക്കി. അപ്പം ഞാൻ അതിനകത്ത് ഒരു പെങ്കൊച്ചായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് മെസ്സേജ് അയച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് നോക്കി, എവിടെയാണ് സ്ഥലം, നമുക്ക് ചുറ്റുവട്ടത്തുള്ളതാണോ എന്നൊക്കെ അറിയാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായി തൊടുപുഴയാണ് സ്ഥലം. പിന്നെ സംസാരിച്ചു, ഇങ്ങനെ അതിൻ്റെ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പൈസയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അപ്പോൾ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് മനസ്സിലായപ്പോൾ ഞാനത് ഫിക്സ് ചെയ്ത് മനസ്സിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഈ കക്ഷിയെ തന്നെ തിരഞ്ഞെടുക്കാം, എന്നേലൊരു ഫോട്ടോഷൂട്ട് നടത്തുകയാണെങ്കിൽ എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പൈസ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓടി നടക്കായിരുന്നു. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ നീണ്ടു പോയി. ചിലപ്പം പൈസ കൈ വരുമ്പോഴത്തേക്കിനായിരിക്കും എന്തെങ്കിലും ഒരു എമർജൻസി ആവശ്യം വരുന്നത്, അപ്പോൾ ഇതങ്ങോട്ട് മാറ്റപ്പെടും. അങ്ങനെ 1-2 തവണ എങ്ങാണ്ട്, ഒരു തവണയോ 2 തവണയോ എങ്ങാണ്ടോ ഞാനിങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞിട്ടത് മാറ്റി കേട്ടോ. അപ്പം എനിക്ക് ആദ്യത്തെ തവണ മാറ്റിയപ്പോഴത്തേക്കിനും എനിക്ക് കുഴപ്പമില്ല, പിന്നെ ചെയ്യാമല്ലോ എന്നുള്ളൊരിതൊക്കെ ആയിരുന്നു. പിന്നെ ഒരു തവണയും കൂടെ ഡേറ്റ് പറഞ്ഞിട്ട് മാറ്റിയപ്പോഴത്തേക്കിനും എനിക്ക് ദൈവമേ ഇനി നടക്കത്തില്ലയോ, ഡേറ്റ് ഇങ്ങനെ മാറ്റി പറഞ്ഞാൽ ആ കൊച്ചെന്താ വിചാരിക്കും, ഇനി പറയുന്ന ഡേറ്റ് കൃത്യമായിരിക്കണം, അതെങ്ങനെയെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ത്വര എനിക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചാളൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ദിവസം തീരുമാനിച്ച്, അതായിരുന്നു ഇന്നലെ കേട്ടോ. അങ്ങനെ ഒരു ഡേറ്റ് തീരുമാനിച്ചു. പിന്നെ പൈസയുടെ കാര്യം, പൈസ ഒരു രൂപ കയ്യിലില്ലാതെയാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഫണ്ടൊക്കെ ഞാൻ ഒരു തരത്തിൽ പിടിപിടുത്തൊപ്പിച്ച് അങ്ങനെ രാവിലെ കുളിച്ചൊരുങ്ങി അനിയത്തിയുടെ ഹാഫ് സാരിയൊക്കെ അടിച്ച് മാറ്റി നേരെ കടപ്പാട്ട് അമ്പലത്തിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ അമ്പലം റിലേറ്റഡ് ആയിട്ട് ഒരു ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം ഞാൻ എത്തുന്നതിന് മുന്നേ കൊച്ചവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കയറി അമ്പല കമ്മിറ്റിക്കാരോടൊക്കെ ചോദിച്ചകത്ത് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വരുന്നതിന് മുന്നേ കൊച്ച് ചോദിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പിള്ളേരെ വീട്ടിലാക്കിയിട്ട് വേണമായിരുന്നല്ലോ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം 2 പേർക്കും അവധിയൊക്കെ ആയതുകൊണ്ട് ഇവരെവിടെയെങ്കിലും ആക്കിയിട്ട് വേണമല്ലോ പോകാൻ. അപ്പം അമ്മേനെ വിളിച്ച് വരുത്തി പിള്ളേരെ 2 പേരെയും അച്ഛൻ്റെ അമ്മയുടെ അടുത്താക്കിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോയും വിളിച്ച്, നല്ല പങ്കപ്പാടായിരുന്നു കേട്ടോ. രാവിലെ ഒരുങ്ങി കെട്ടി ഓട്ടോയൊക്കെ വിളിച്ച്, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയുടെയും കൂടെ ഞാനൊരു കൂട്ടിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരൂടെ 8 മണിയൊക്കെ ആവുന്നതിന് മുന്നേ എത്താം, ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനല്ല, ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിള്ളേരെയൊക്കെ വിട്ടിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു തരത്തിൽ ഓടിപ്പിടുപിടുത്ത് വന്ന് പിന്നെ പൂവൊക്കെ വെച്ച് നല്ല സെറ്റായിട്ട് വീഡിയോ എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ പൂക്കടയിലൊക്കെ കയറി അവിടെയും കുറേ സമയമൊക്കെ പോയി, എന്നാലും തല്ലി അലച്ച് ഞാൻ ഒരു തരത്തിലെത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം ഷൂട്ടൊക്കെ ആരംഭിച്ച്. അയ്യോ, എനിക്ക് ആകെപ്പാടെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത്, ഈ പബ്ലിക്കായിട്ട് നിന്നാണല്ലോ നമ്മൾ അങ്ങോട്ട് നടക്കണം, സ്ലോ മോഷനിൽ തിരിയണം, അതൊക്കെ ചെയ്യേണ്ടത്. സ്ലോ മോഷനിൽ തിരിയേണ്ട, എന്നാലും തിരിയണമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പം
എനിക്ക് എല്ലാവരും നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. കാര്യം വീഡിയോ ഒക്കെ എടുക്കും ഒക്കെ ചെയ്യും, എല്ലാം ഓക്കെയാണ്. പക്ഷെ പബ്ലിക്കിൽ ഇറങ്ങിയാൽ എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല. എനിക്ക് ആരും എന്നെ അറിയാതിരിക്കണം, അതാണ് എൻ്റെ ആവശ്യം. അപ്പം ഞാൻ ഒരു തരത്തിൽ എങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചാൽ പോയത്. ഓക്കെ ആവുമോ? ആദ്യത്തെ കുറേ നേരം എടുത്തപ്പോഴത്തേക്കിനും നമ്മൾ മറ്റേ പഴയ കല്യാണ വീഡിയോസിനകത്തൊക്കെ കാണാമല്ലേ, സ്ലോ മോഷനിൽ ഇങ്ങനെ തിരിയുന്നു, ആ ഒരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൊച്ചെന്നോട് പറഞ്ഞു, ചേച്ചി ഇത്രയും വേണ്ട, ഇത് നമ്മുടെ കല്യാണ വീഡിയോ പോലെ ആവും, നാച്ചുറലായിട്ട് വരട്ടെ, ഉള്ളിൽ നിന്ന് വരട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയി. പിന്നെ വലിയ തിരക്കും ഇല്ലായിരുന്നു കേട്ടോ അമ്പലത്തിൽ. അപ്പം അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നാലും കുറേ സ്വാമിമാരൊക്കെ അതിലേ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആരുടെയും മുഖത്തോട്ട് നോക്കിയില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് ചെയ്ത് തീർക്കണം, ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ചെയ്ത് പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, സ്ലോ മോഷനിൽ തിരിഞ്ഞു നോക്കി, മല പിടിച്ചു, മുല്ലപ്പൂ ഇട്ടിട്ട് നടന്നു. പിന്നെ നമ്മുടെ അവിടെ മീനച്ചിലാറിൻ്റെ തീരത്ത് ഒരു കടവ് പോലെ ഉണ്ട്, അവിടെ പോയി നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല സമയമെടുത്ത്. എന്നെക്കൊണ്ട് എൻ്റെ മുഖത്തിങ്ങനെ എക്സ്പ്രഷൻ വരുത്തിൽ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഒരാളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കിന് ചിരിക്കാൻ പറഞ്ഞാൽ ഞാൻ അട്ടഹസിച്ച് ചിരിക്കും. ഒരാൾ നോക്കി കഴിയുമ്പോഴത്തേക്കിനും എനിക്കങ്ങ് ചിരി പൊട്ടും. അപ്പം എന്നോട് പറയും ഇത്രയും വേണ്ട, കുറച്ചൊന്ന് കുറയ്ക്കും. ആദ്യം കുറേ നേരം ചിരിക്കത്തേ ഇല്ലായിരുന്നു കേട്ടോ. കടിച്ച് പിടിച്ച് ഇങ്ങനെ എനിക്ക് ചിരിച്ച് വീഡിയോ എടുക്കുമ്പോഴത്തേക്കിനും ചുണ്ടൊക്കെ കിടന്നിങ്ങനെ വിറക്കി വരുന്നു. അങ്ങനെ ഒരു തരത്തിൽ ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തു. റീൽസല്ല, കുറേ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് കുറച്ച് പ്രാർത്ഥനാ പുസ്തകങ്ങളും ഒക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊച്ചിന് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഒരു ബസ്സുണ്ട്, കോട്ടയത്ത് വേറൊരു ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറി. ഐസ്ക്രീമൊക്കെ കിട്ടുന്നൊരു കടയിൽ കയറി. അവിടെ കയറി ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ച്. ഐസ്ക്രീം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് കഴിക്കാനുള്ള സമയമില്ലായിരുന്നു. അപ്പം എനിക്കൊരു ഫ്രഷ് ലൈം മതി ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കൊരു ഫ്രഷ് ലൈമും ഞങ്ങൾ ഓരോ ഐസ്ക്രീമും വാങ്ങിച്ചു. ഞാനും എൻ്റെ കൂട്ടത്തിൽ വന്ന ആശ എന്ന് പറയുന്നൊരു ചേച്ചിയുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ കഴിച്ച്. അപ്പം കൊച്ചിനെ പറഞ്ഞു വിട്ടിട്ട് തിരിച്ച് പോയിട്ട് നമുക്ക് പ്രാർത്ഥനാ പുസ്തകമൊക്കെ വാങ്ങിച്ച് അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ കുറേ കടകൾ കാണുമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് നിരങ്ങി പതുക്കെ പോരാന്ന് വിചാരിച്ചു. പിന്നെ പണ്ടേ ഉള്ളൊരു പതിവാണ് കേട്ടോ, നമ്മൾ പാലയിൽ കടപ്പാട്ടൂർ തൊഴാനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ആര്യേച്ചി പോയി ഫുഡ് കഴിക്കൽ, വെജിറ്റേറിയൻ ഫുഡ്. എനിക്ക് അവിടുത്തെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൂടെ ഒന്ന് കഴിക്കണം. ഇവിടെ വന്നിട്ട് അത് കഴിച്ചില്ലെങ്കിൽ ഒരു നഷ്ടം പോലെയാണ് എനിക്ക്. അപ്പം അതുകൊണ്ടൊന്ന് കഴിക്കാം. അപ്പം കൊച്ചിനെ പറഞ്ഞു വിട്ടിട്ടാട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ചോക്ലേറ്റിൻ്റെയും വാനിലയുടെയും ഓരോ ഐസ്ക്രീമൊക്കെ പറഞ്ഞ് ഫ്രഷ് ലൈമൊക്കെ കുടിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾ പോയി. പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ച് ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീണ്ടും അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും എന്താ വഴിയിൽ കൈയൊക്കെ നോക്കുന്നൊരു അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു. കൈ നോക്കാൻ വേണ്ടി വിളിച്ച്. അവിടെ 2-3 പേരുണ്ട്. അങ്ങനെ കൈ നോക്കാൻ വിളിച്ച്. എൻ്റെ പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. എൻ്റെ കൂടെ വന്ന് ചേച്ചി കൈ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മുഖം നോക്കി ആദ്യം കുറച്ച് ലക്ഷണങ്ങളൊക്കെ പറയുമല്ലോ. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്കിനും ചേച്ചി ചാടി വീണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്ന് കൈയൊക്കെ നോക്കി ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ചോദിക്കാതല്ല, ചോദിച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാനിങ്ങനെ ഫോൺ പിടിച്ചോണ്ട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ അച്ഛനിങ്ങനെ പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ടോ? അപ്പം ഞാൻ എടുത്തോട്ടെ, എന്നാൽ എടുത്തോ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വീഡിയോസ് എല്ലാം ഞാൻ കുറേ എടുത്ത്. പിന്നെ ചേച്ചിയും പറഞ്ഞ് എല്ലാം വീഡിയോ എടുത്തോടി, എനിക്ക് വീട്ടിൽ പോയിരുന്ന് കൃത്യമായിട്ട് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കൈയൊക്കെ നോക്കി കുറേ നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് അമ്പലത്തിങ്കലേക്ക് പോയി. കുറച്ച് പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച്. അതിൻ്റെ ഭാഗമൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, മറന്നുപോയി. വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ആ ഒരു ഇതിൽ അത് മറന്നുപോയി കേട്ടോ. പിന്നെ നട്ടപ്പറ വെയിലെന്ന് പറഞ്ഞാൽ കരിക്കലം പോലെ നമ്മളായിപ്പോവും. അത്തുക്കൂട്ട് വെയിലായിരുന്നു കേട്ടോ. വെയിലെന്ന് പറയത്തില്ല, തീ ഇങ്ങനെ മുകളിൽ നിന്ന് പൊഴിഞ്ഞ് വീഴുമെന്ന് നമുക്ക് തോന്നും. അത്തുക്കൂട്ട് വെയിലത്താണ്. പിന്നെ കുടയുണ്ട്, പക്ഷെ എനിക്ക് എടുക്കാൻ മടിയാണ്. പണ്ടും അങ്ങനെയാണ്, കുടയുണ്ടായിരിക്കും, മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞാൻ കുട എടുക്കത്തേയില്ല. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട ബാഗിൽ വെച്ചിട്ട് മഴ നനഞ്ഞ് ഞാൻ ഓടും, എന്നാലും കുട എടുക്കത്തില്ല. കുട നനഞ്ഞാൽ തിരിച്ച് വെക്കാനും ഇഷ്ടമില്ല. അപ്പം
വെയിലാണേലും അതൊക്കെ തന്നെ. അങ്ങനെ നട്ടപ്പുറ വെയിലത്ത് ഞങ്ങൾ അതിലെക്കൂടെ എല്ലാം പോയി പുസ്തകമൊക്കെ വാങ്ങിച്ച് അപ്പോഴത്തേക്കും ഞങ്ങൾ ക്ഷീണിച്ചവശേ. പിന്നെ വേഗം റിട്ടേൺ പോന്നു കേട്ടോ. നേരെ വന്നിട്ട് ആര്യാസിൽ കയറി നല്ല ചൂട് ചോറും സാമ്പാറും അവിയലും പായസവും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് ഒരു നല്ല ഊണങ്ങ് പാസ്സാക്കി. കുറച്ചധികം കഴിച്ചോ എന്ന് എനിക്കൊരു സംശയം. എനിക്ക് പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സദ്യ കുറച്ച് നാളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം. മറ്റേ നമ്മുടെ നോൺ വെജ് ഫുഡിനോടൊക്കെ എനിക്കിപ്പോൾ ഒരു എന്തോ ഒരു ചതുർത്തി വന്നു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ചിക്കൻ കറിയൊക്കെ വെച്ചാൽ വയറ് നിറയുന്നതായിരുന്നു എൻ്റെ കണക്ക് കേട്ടോ. എനിക്കിഷ്ടമായിരുന്നു അത്രയും. പക്ഷേ എനിക്കിപ്പം ഒരു കഷ്ണവും ചാറും ഒക്കെ ഒരു ഇച്ചിരി കഴിക്കും, പിന്നെ എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് വെജിറ്റേറിയൻ സാധനങ്ങളോടാണ് എനിക്കിപ്പം ഭയങ്കര ഒരു ഇഷ്ടം കൂടുതൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന് നേരെ പേട്ടയ്ക്കൊരു ബസ് കിട്ടി. ഇങ്ങനെ ചാടി അതിൽ കയറി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് പ്രവൃത്താരം കൂടി കറങ്ങിപ്പോകുന്ന പേട്ട വണ്ടിയാണ്. അപ്പം എൻ്റെ കൂടെ വന്ന ചേച്ചിക്ക് 1:45 ബസ് കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഇപ്പം ചെന്നാലും കുറേ നേരം പേട്ടയിൽ പോയി ഇരിക്കേണ്ടി വരും, എന്നാൽ പിന്നെ കറങ്ങിയെങ്കിൽ കറങ്ങി പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ നേരെ പേട്ടയിൽ വന്നു. പേട്ടയിൽ വന്നപ്പോഴത്തേക്കിനും ആ ചേച്ചിക്ക് ബസ് കിട്ടി കേട്ടോ. അങ്ങനെ ആ ചേച്ചി ബസ്സിൽ കയറിപ്പോയി. പിന്നെ ഞാൻ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് നേരെ ഇനി വീട്ടിലോട്ടാണ്. എനിക്ക് വീട്ടിൽ ചെന്നൊന്ന് കുറച്ച് വെള്ളത്തിലോട്ടൊന്നും വീണാൽ മതി എന്നുള്ളൊരിതിലാണ് കേട്ടോ വന്നത്. നേരെ വന്ന് കയറി ബാഗും സാധനങ്ങളൊക്കെ അവിടെ ഇട്ട് നേരെ ബാത്റൂമിൽ കയറി ഷവറിൻ്റെ കീഴിൽ നിന്നപ്പോഴത്തേക്കിന് എന്തൊരു സമാധാനം. കുളിച്ചിട്ട് ഫാൻ ഫുൾ സ്പീഡിലിട്ടിട്ട് നേരെ കട്ടിലേ പോയി കിടന്നു. ഒറ്റ ഉറക്കമായിരുന്നു. പിള്ളേർ ഇവിടെ ഇല്ലല്ലോ, അപ്പം അതുകൊണ്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും കഥകളിലൊരു മുട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഏട്ടായിരുന്നേ ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടാ പറഞ്ഞു എന്നാൽ നമുക്ക് പോയി പിള്ളേരെ വിളിച്ചുകൊണ്ട് വരാം, വേഗം ഇറങ്ങാൻ പറഞ്ഞ്. അങ്ങനെ പിന്നെ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി വേഗം ഇറങ്ങി. ഇനി നേരെ വീട്ടിൽ പോവുക, പിള്ളേരെ കൂട്ടിക്കൊണ്ട് റിട്ടേൺ വരിക, അത്രയൊക്കെ ഉള്ളൂ പരിപാടി. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ എല്ലാം ഉണ്ടാക്കി പറക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ഇനി വൈകിട്ട് വന്നിട്ട് വേറെ പണിയൊന്നും ഇല്ല. കുളിക്കണം, ഒന്നും കൂടെ കുളിക്കണം. അത് കൂട്ടി ചൂടാണ് കേട്ടോ. 2-3 കുളിയൊക്കെയാണ് ഒരു ദിവസം പാസ്സാക്കുന്നത്. എന്നാലും നമുക്ക് പുഴുങ്ങലാണേ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. എല്ലായിടത്തും അങ്ങനെയാണോ? എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലേ. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും എന്താ 2 പേരും തകർത്ത് കളിയും മേളവും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് 2 പേരെയും കൂട്ടി നേരെ റിട്ടേൺ ഇനി വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വിശേഷങ്ങൾ. അപ്പം നമ്മുടെ വീഡിയോയുടെ ഔട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ഞാനും ഭയങ്കര ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എങ്ങനെയായിരിക്കും അതിൻ്റെ ഔട്ട് വരുന്നത്. എനിക്കാണെങ്കിൽ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് അതിനകത്ത് ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചിരിക്കുന്നത് എനിക്ക് അത്ര കോൺഫിഡൻ്റ് അല്ല കേട്ടോ. എനിക്ക് ചിരിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ നമ്മുടെ ഈ കവിളിൻ്റെ ഇവിടെ അങ്ങനെ ഭയങ്കരമായിട്ട് തടിച്ചിരിക്കുന്ന പോലെ തോന്നും. പക്ഷേ ആ കൊച്ചിങ്ങനെ ചേച്ചി ചിരിച്ചാൽ നല്ലതാവുന്ന ചിരിക്കുക, ഇങ്ങനെ ദുഃഖാർത്ഥമായിട്ടിരിക്കാതെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ചിരിക്കുകയും ചെയ്തു. ഇനി ഔട്ട് വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ടെൻഷൻ കേട്ടോ. എന്തായാലും വലിയ താമസിക്കാൻ നമുക്ക് വീഡിയോ ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.